ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ മീൻകറി വെക്കാൻ പോകുന്നു. മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തി മാങ്ങായി ഇട്ട് വെക്കുന്ന കറിയാണിത്. എനിക്ക് പണ്ട് കറിയൊന്നും വെക്കാൻ അറിയത്തില്ല. പണ്ടല്ല, ഒരു 6 years ആയിട്ടേ ഉള്ളൂ എനിക്ക് കറിയൊക്കെ വെക്കാൻ പഠിച്ചിട്ട്. അത്രയും നാൾ ഞാൻ കറി വെക്കത്തില്ല. ആരെങ്കിലും വെക്കുന്ന കറി ഞാൻ കൂട്ടും. അതെൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ജോലിക്ക് പോവും, പഠിക്കാൻ പോവും, അങ്ങനെ എനിക്ക് കറിയൊന്നും വെക്കാൻ പറ്റിയില്ല. പിന്നെ വേണ്ട, ഈ മുളക് പൊടിക്കാതെ പണ്ടൊക്കെയുള്ള അമ്മൂമ്മമാർ അപ്പൂപ്പന്മാരും ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പൂപ്പന്മാർ കറി വെക്കും കേട്ടോ. ഇനി അമ്മമാരും മാത്രമൊന്നുമില്ല കറി വെക്കുന്ന. അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും മാത്രമല്ല. അപ്പോൾ ഞാൻ മുളകെടുത്ത് ഇതിലിട്ടു, വെള്ളത്തിയിട്ട് കുതിർക്കാൻ. അപ്പോൾ നല്ല റെഡ് കളർ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ശകലം ഒഴിച്ചാൽ മതി വെള്ളം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇടത്തില്ല. ഇതിപ്പം മത്തിയും മാങ്ങയും കൂടെ വെട്ടി തൊണ്ടൊക്കെയോടിട്ടിരിക്കുവാണേ. ഇത് ഈ മാങ്ങയുടെ കൂടില്ല, അകത്തെ പരിപ്പില്ലേ, അത് ശരീരത്തിന് വലിയ ഗുണങ്ങൾ ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്നാണ് പണ്ട് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ മിക്സിക്കകത്ത് ഇതിട്ട് ഒരു ട്രിപ്പ് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട തേങ്ങയായിരുന്നു, പിന്നെ മുളക് പൊടി. പിന്നീട് ഞാൻ വഴിയേ പറയാം. നിങ്ങൾ ചേർക്കുന്ന കണക്കത്തെ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്നുമല്ല, ഞാൻ എല്ലാം ചേർത്തല്ല ഞാൻ മീൻകറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇത് കറക്കട്ടെ. അപ്പോൾ വന്നിട്ട് മാങ്ങ വെന്താച്ച്. അപ്പോൾ അരപ്പുണ്ടല്ലോ, നമ്മുടെ അരപ്പ് ഒഴിച്ചു. അരപ്പെന്ന് വെച്ചാൽ മുളക്, തേങ്ങ, മഞ്ഞൾ, ഉപ്പ് നീര് കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാങ്ങ വെന്ത് അങ്ങനെ അരപ്പൊക്കെ തിളച്ചു. അപ്പം ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. ഇച്ചിരി തോനെയും ഒഴിക്കും, ഒരുപാടില്ല, തോനെ. ഞാൻ കടുക് വറുക്കാറില്ല, അതുകൊണ്ട്. എന്നിട്ട് നമ്മുടെ മീനില്ലേ, മീനിടും. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇടാൻ. ചുമ്മാ ഇടത്തില്ല. ഈ നമ്മുടെ ആഹാരം വെപ്പെല്ലാം ഒരു ദൈവികമായ കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഇട്ടു. ഒന്ന് ഇളക്കി. ഞാൻ ഇതിനകത്തൊന്നും വലിയ അലങ്കാരപ്പണികളും മല്ലിയൊന്നും ഞാൻ ചേർക്കില്ല കേട്ടോ. മല്ലിപ്പൊടി എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് മല്ലിപ്പൊടി. അപ്പോൾ അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ 2 പച്ചമുളകും കൂടി ഇടും ഞാനത്. പച്ചമുളക്, ഇത് അരിയാണെന്നോ, പക്ഷേ ഇതിലിടുമ്പോൾ മാങ്ങായുമായിട്ടങ്ങ് യോജിക്കും. 2 മുളക്, എന്നിട്ട് അടച്ചു വെക്കുവേ. അപ്പോൾ നമ്മുടെ കറി ഇരിക്കുന്നുണ്ടോ. ഞാൻ പിന്നെ 2 അലങ്കാരത്തിന് 2 ചുമപ്പ് കറിവേപ്പില 2 ഇതിൽ എനിക്കിഷ്ടമല്ല. അപ്പോൾ കറിയുടെ മണമെല്ലാം പോകും. എന്നിട്ട് ഞാൻ കടുക് വറുക്കുന്നില്ലെന്ന് വിചാരിക്കുക, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ബോധിച്ചില്ല ഈ മീനെ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ മീൻ കറി. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ള കറിയും ചോറും ഒക്കെ കഴിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ കറി കണ്ട് നിങ്ങൾ ആരും ചിരിക്കരുത്, ബിക്കോസ് ഇതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഈ കറിയുടെ യഥാർത്ഥ രുചി ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വെക്കട്ടെ. ബൈ.